ഇന്ന് വായിച്ച വേദഭാഗം സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 9 verse 51 to 62. ഈ വേദഭാഗത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം യേശുതമ്പുരാന്റെ അവരോഹണ നാളുകൾ തികയാറായപ്പോൾ യെരുശലേമിലേക്ക് പോകുവാൻ ദൃഷ്ടിവെച്ചു. അവന് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവന് പോയി സ്ഥലമൊരുക്കുവാൻ ശമര്യരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ശിഷ്യന്മാർ അതിന് തിരികെ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഏലിയ ചെയ്തതുപോലെ ആകാശത്തിൽ നിന്നും അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കണമെന്ന് പറയുന്നത് നിനക്കിഷ്ടമോ? കർത്താവ് അവരെ പരിപൂർണമായി ശാസിച്ചു. ഇതാണ് വേദഭാഗത്തിന്റെ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭം പ്രതിപാദിച്ചുകൊണ്ട് ഒരുവൻ യേശുവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ അനുഗമിക്കട്ടെയോ? വ്യക്തമായ മറുപടി കർത്താവ് പറഞ്ഞു. പിന്നെ മറ്റൊരുവനോട്, നീ എൻ്റെ പിന്നാലെ വരിക. അവൻ യേശുവിനോട്, എൻ്റെ കർത്താവേ, ആദ്യമേ പോയി എൻ്റെ പിതാവിനെ കബറടക്കുവാൻ അനുവാദം തരണം. മറ്റൊരുവൻ യേശുവിനോട്, എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ വരാം, എന്നാൽ ആദ്യമേ പോയി വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരുവാൻ എന്നെ അനുവദിക്കണം. യേശു തമ്പുരാൻ അതിനും ഉത്തമമായൊരു മറുപടി പറഞ്ഞ് ഈ വേദഭാഗം അവസാനിപ്പിക്കുകയാണ്. 3 categories of conversation. ഇത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരോ 3 പേർ കർത്താവിനോട് സംഭാഷണം നടത്തിയ ഒരു കേവല വാചകമായിട്ട് തോന്നിയേക്കാം. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നത്, these 3 conversations are the true representations of community or the parish or the Christianity or the followers of Jesus Christ. കർത്താവിനോട് നമ്മൾ പറയുന്നതും കർത്താവ് നമ്മളോട് പറയുന്നതും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് സ്ഥായിയായി രൂപപ്പെടുവാനോ വളർച്ച പ്രാപിക്കുവാനോ സാധിക്കാത്ത ഒരവസരം. ഈ ഒന്നാമത്തെ കാറ്റഗറിയെ ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്: certain people wish to follow but not ready to follow the real objectives of Christianity. ക്രിസ്ത്യാനി ആകാൻ നമുക്കിഷ്ടമാണ്, വേദപുസ്തകം വായിക്കുന്നത് നമുക്കിഷ്ടമാണ്, ഓർത്തഡോക്സുകാരനാകുന്നത് ഇഷ്ടമാണ്, ഒരു അച്ഛനാകാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു ചോദ്യം അവിടെ അവസാനമുണ്ട്: എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല പോലെയാണോ എൻ്റെ ജീവിതചര്യകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ? അതിൻ്റെ ഉത്തരമാണ് ഈ ഒന്നാമത്തെ സംഭാഷണം. എന്തായിരുന്നു അങ്ങനെ ചോദിച്ചത്? എൻ്റെ കർത്താവേ, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ അനുഗമിക്കാം. നമ്മൾ ഇതുപോലെയാ. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം നമ്മളുണ്ട്. ക്രിസ്തുവിന്റെ നാമത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നിടത്തെല്ലാം നമ്മുടെ ശ്രദ്ധയുണ്ട്. എല്ലാ സംഘടനകളിലും നമ്മളുടെ കണ്ണും ശ്രദ്ധയും ഭാഗവാക്കാകുന്ന രീതിയുമുണ്ട്. Are we connected with the true spirit of discipleship? ഇത് ശാന്തമായി ചോദിക്കാനും അതിനല്പം കൂടി മേന്മയേറിയ ഒരു ഉത്തരവും കണ്ടെത്തുന്ന ഒരു ദിവസമായി ഇത് തീരട്ടെ. And the second category, possession seekers, but they don't want any kind of suffering. കഷ്ടത എനിക്കിഷ്ടമല്ല, പക്ഷെ എനിക്ക് സ്ഥാനം കിട്ടുന്നത് സന്തോഷമാണ്. നമ്മൾ സമൂഹത്തിലേക്ക് എവിടെ നോക്കിയാലും രാഷ്ട്രീയ, സാമുദായിക, മതപരമായ പശ്ചാത്തലത്തിലൊക്കെ നോക്കിയാൽ ധാരാളം ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മളും ഒരു ലീഡർ തന്നെയാണ്. ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ ഇടവകയിലോ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലോ ഒക്കെ ചെറുതോ വലുതോ ആകുന്ന ഏതെങ്കിലും ഒരു ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി നമ്മളുടെ അധ്വാനം, നമ്മുടെ സമയം
എത്രമാത്രം വിനിയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, കുറവുകൾ കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പലപ്പോഴും അതിന്റെ ആത്യന്തികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്കിടയാകുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. കുറ്റപ്പെടുത്തലായിട്ട് ഇതിനെ കാണരുത്. നമ്മളെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. മൂന്നാമത്, റെഡി ടു ഫോളോ ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൈമറി ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലർ പറയും, പള്ളിയിൽ നിന്ന് പോയില്ല, കാരണം എന്താ? രാവിലെ എഴുന്നേറ്റപ്പം ഒരു ചെറിയ തലവേദനയാണ്. പക്ഷെ ഇതേ തലവേദന ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ വന്നാലോ? പോകുമോ? ഇല്ല, ആഴ്ച മൊത്തം ലീവ് എടുക്കും. നമ്മൾ ഓടും. കാരണം അവിടുത്തെ പ്രതിഫലവും ഇവിടെ കിട്ടുന്ന പ്രതിഫലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് രാവിലെ ഒരു മഴ കണ്ടു. അപ്പൊ കുറച്ചുപേരെന്ത് തീരുമാനിച്ചെന്നറിയാവോ? വീഡിയോ ലൈവ് സ്ട്രീം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കണ്ടാലും കർത്താവ് നമ്മളോട് കോപിക്കുകയില്ല. സോ വി ഹാവ് ജസ്റ്റിഫിക്കേഷൻസ്. നമ്മളുടെ പ്രാഥമികമായ കാര്യങ്ങൾക്കെല്ലാം പ്രയോറിറ്റി കൊടുത്തിട്ട് ഒടുവിൽ പറയും, എന്ത് പറയുമെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാം. ഞാൻ ആദ്യം ഒരു ഹോളി ലാൻഡ് യാത്ര നടത്തിയത് ദോഹയിൽ നിന്നാണ്. പോകുന്ന സന്ദർഭത്തിൽ എന്നോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തു. 103 പേര് ഒരുമിച്ചാണ് പോയത്. അവിടുത്തെ ഒരു വൈദികനും ഞാനെന്ന ഷമാശനുമായിരുന്നു. അപ്പൊ അവനോട് ഞാൻ വെറുതെ ചോദിച്ചു, നീ വന്നിട്ട് എത്ര നാളായി? 6 മാസം പോലും ആയിട്ടില്ല. നിന്റെ ശമ്പളം എത്ര? അത് വളരെ തുച്ഛമായ ശമ്പളമാണ്. പക്ഷെ ആ ബസ്സിനകത്തുള്ളവരെല്ലാം റിട്ടയർ ചെയ്തവരും നന്നായിട്ട് പണമുള്ളവരുമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവൻ മാത്രം അല്പജോലിയും അല്പകാലഘട്ടം ദോഹയിൽ ചെലവാക്കി. അവൻ പറഞ്ഞു, ഞാൻ വായിക്കുന്ന വേദപുസ്തകം എവിടെ ഏത് കാര്യത്തിന് വേണ്ടി പരാമർശിക്കപ്പെടുന്നുവോ ആ വിഷയം എനിക്ക് നേരിട്ട് കാണുന്നത് എനിക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ വലുതാണ്, എന്റെ സമ്പാദ്യത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് ഈ വർത്തമാനം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ എനിക്ക് പണം കളക്ട് ചെയ്ത് എന്നെ യാത്രയുടെ ഭാഗമാക്കി. 3 വർഷം കൊണ്ട് എനിക്കിത് തിരികെ നൽകണം. നമ്മളൊക്കെ ഒരു തീർത്ഥാടനത്തിന് അവസരം കിട്ടിയാൽ നമ്മൾ എന്താ പറയുന്നത്? റിട്ടയർ ചെയ്യട്ടെ, അല്ലെ കുറച്ചും കൂടെ കഴിയട്ടെ. നമ്മൾ ഒരുപാട് കാര്യം മാറ്റിവെക്കും. പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിലും വേദപുസ്തകം വായിക്കുന്ന കാര്യമാണെങ്കിലും പ്രാർത്ഥനായോഗം നമ്മുടെ എല്ലാ ഏരിയയിലും ഒന്ന് നടത്താൻ പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? കുറച്ചുകൂടെ കഴിയട്ടെ, ഈ മഴയൊന്ന് മാറിയിട്ട് സമ്മർ വരട്ടെ. സമ്മർ ചോദിക്കുമ്പം പറയുന്നു, അച്ഛാ വിന്റർ ആണ് അല്പം കൂടി നല്ലത്. വിന്റർ വരുമ്പോൾ എന്ത് പറയും? അച്ഛാ ദുഃഖവെള്ളിയാഴ്ച കഴിയട്ടെ, എൻ്റെ വീട്ടിൽ നടത്തുക. അപ്പൊ ഇങ്ങനെ മാറ്റിവെച്ച് നമ്മൾ സായുജ്യം അടയുമ്പോൾ കർത്താവ് ഇതിനെല്ലാം കൂടെ ചേർന്നൊരു പോംവഴി തന്നു. അതാണ് ഇതിന്റെ ആദ്യ ഭാഗം. ആരോഹണ നാളുകൾ തികയാറായപ്പോൾ യെരുശലേമിലേക്ക് പോകാൻ ദൃഷ്ടി വെച്ചപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആരെങ്കിലും മരിക്കുമെന്ന് കേട്ടാൽ ഉടനെ എന്തു പറയും? നമ്മൾ അവരുടെ വാ പൊത്തിയിട്ട് പറയും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്തു പേടിയാണെന്നറിയോ? പക്ഷെ ഇന്ന് എത്ര പേര് മരിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. ഇന്ന് ലോകത്ത് എത്ര പേര് മരിച്ചു. നമുക്കെല്ലാം ആ മരണത്തിന്റെ ദൂതൻ നമ്മളെയും വിളിക്കാൻ വന്നായിരുന്നു, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും കൂടെ വിട്ടു. ഈ ആഴ്ചയും കൂടെ കഴിയട്ടെ, ഈ വർഷം കൂടെ നിൽക്കട്ടെ. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അല്പം കൂടി വളവിട്ട് നോക്കുകയാ ഫലം കായ്ക്കാൻ വേണ്ടി. ഈ ഒരു ശ്രദ്ധ കർത്താവ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ ഒരു വാക്കും കൂടെ പറഞ്ഞു, ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കണമെങ്കിൽ we need some kind of suffering in our life. പ്രതിസന്ധിയും കഷ്ടതകളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനോടൊപ്പം ദൈവത്തിന്റെ ചൈതന്യവും ആത്മാവും എപ്പോഴും ഉണ്ടാകും. ഈ വിഷയമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുവാനുള്ളത്. The second part, we are celebrating Mother's Day once again in our life. അമ്മമാർക്ക് ഇന്ന് കണ്ടിട്ട് യാതൊരു സന്തോഷവും ഞാൻ കാണുന്നില്ല. ഉണ്ടോ? അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. പുറകിലിരിക്കുന്നവർക്ക് എല്ലാവരും ഞാൻ നോക്കിയിട്ടൊരു സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. സോ വൈ വി ആർ സെലിബ്രേറ്റിംഗ് മദേഴ്സ് ഡേ? ഒരു പൂ കിട്ടാൻ വേണ്ടിയാണോ? നിങ്ങളുടെയൊക്കെ മക്കള് നിങ്ങൾക്കൊരു പൂ കൊണ്ടുതരും. ഞാൻ ഇന്ന് അമ്മയെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുതരാൻ പറ്റുന്നില്ല, എങ്കിലും ഞാനൊരു പൂ തന്നതായിട്ട് വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ പിന്നീട് സംസാരിച്ചാൽ കണ്ണ് നിറയും. അതുകൊണ്ട് ഞാൻ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. സോ വൈ വി ആർ സെലിബ്രേറ്റിംഗ് മദേഴ്സ് ഡേ? നിങ്ങൾ വിഷമിക്കേണ്ട, ഫാദേഴ്സ് ഡേ ഈസ് ഓൺ ദ വേ.
അടുത്ത മാസം നമുക്കും ഒരു സൗഭാഗ്യ ദിവസം വരുന്നുണ്ട്. അന്നേരം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് ടൈം ടു ഓണർ മദേഴ്സ് ആൻഡ് മദർലി ഫിഗേഴ്സ് ഇൻ അവർ ലൈഫ്. അമ്മമാരെ മാത്രമല്ല, ഞാൻ മുമ്പിരുന്ന പള്ളിയിൽ ഈ മദേഴ്സ് ഡേ വരുമ്പോൾ ഈ അമ്മമാരെ എല്ലാം ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയും ഓരോ റോസാപ്പൂ കൊണ്ട് കൊടുക്കാൻ. അവരിങ്ങനെ അവിടെ വെച്ച് നോക്കി വെക്കും, എൻ്റെ അമ്മ എന്തിയെ, എൻ്റെ അമ്മ എന്തിയെ. ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ആ റോ അനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കാനാണ്. 3 പിള്ളേരുള്ള വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളുണ്ട്, അല്ല 3 പിള്ളേരുള്ള അമ്മമാരുണ്ട്, 4 കുട്ടികളുള്ള അമ്മമാരുണ്ട്. അവർക്ക് എത്ര പൂ കിട്ടുമെന്നറിയോ? വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരാത്ത അമ്മ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സ്വന്തം അമ്മയെ ഓർക്കുന്നതോടൊപ്പം അമ്മമാരുടെ ഫിഗറിൽ നമ്മുടെ മനസ്സിലേക്ക് ആരൊക്കെ തെളിഞ്ഞു വരുന്നുവോ അവരെ എല്ലാം ഓർക്കാനുള്ളൊരു ദിവസം കൂടിയാണ്. ഒരു കുട്ടി യൗവനകാലത്ത് അവൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു മോട്ടോർ ബൈക്ക് വാങ്ങിക്കാൻ പൈസ വേണം. അപ്പനോട് പറഞ്ഞ അടി കിട്ടുമെന്ന് വിചാരിച്ച് അമ്മയോടാ പറഞ്ഞു. പലതും ട്യൂണിങ് നടത്തുന്ന അമ്മയുടെ അടുത്താണ്. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. ട്യൂണിങ് എല്ലാം അപ്പൻ്റെ അടുത്തായിരുന്നു. അമ്മയുടെ അടുത്ത് ട്യൂൺ ചെയ്താൽ നിന്നാൽ ഒരു 4 അടി അന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ട്യൂണിങ് ഇങ്ങോട്ട് മാറ്റി പിടിക്കാറുണ്ട്. പക്ഷെ ഈ മകൻ അമ്മയോട് ചെന്നു ഇത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ ഇപ്പം പഠിച്ചാൽ മതി, ഇപ്പം ബൈക്കൊന്നും പറ്റത്തില്ല. അപ്പം അവനൊരു കണക്ക് അമ്മ എഴുതി കാണിച്ചു. ഞാൻ അമ്മയെ സഹായിച്ചതിന് ഇത്ര രൂപ, അമ്മ പറഞ്ഞപ്പോൾ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചതിന് ഇത്ര രൂപ, അമ്മ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അയൺ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തതിന് ഇത്ര രൂപ, ഇടയ്ക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ എന്നോട് നിർബന്ധിച്ചായിരുന്നു, ഞാൻ പഠിത്തം പോലും മാറ്റി വെച്ചിട്ട് അത് ഞാൻ ചെയ്തു, അതിന് ഇത്ര രൂപ. എല്ലാം കൂടെ ഒരു വലിയ കണക്ക് കൂട്ടിയപ്പോൾ ഈ ബൈക്കിന്റെ വിലയുടെ അത്രയും തന്നെ ഉണ്ട്. ഈ അമ്മ പൈസ കൊടുത്തു ബൈക്കും വാങ്ങിച്ചു വന്നിട്ട് ഈ മകനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് അമ്മ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. എന്തായിരുന്നറിയോ? 9 മാസം നിന്നെ എൻ്റെ ശരീരത്തിൽ വഹിച്ചു. എന്നിട്ടൊരു വരയിട്ടിട്ട് എഴുതി 0. പിന്നെ എഴുതി, നീ നടക്കാൻ പറ്റാത്തവനായിരുന്നു, നിന്നെ ഞാൻ നടത്തം പഠിപ്പിച്ചു, ടോയ്ലറ്റിംഗ് പഠിപ്പിച്ചു, ഫാമിലി വാല്യൂസ് പഠിപ്പിച്ചു, കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് എഴുതി 0. പിന്നെ എഴുതി, നിനക്ക് വസ്ത്രം ഇടുന്ന ഇഷ്ടമല്ലായിരുന്നു, എപ്പോ കണ്ടാലും നീ ദൂരി കളയുമായിരുന്നു, അത് നിന്നെ പഠിപ്പിച്ചു, അതിനും എഴുതി 0. നീ എന്ത് തന്നാലും അവിടെ എല്ലാം വാരിയിടുമായിരുന്നു, ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിലും ഉപദേശം നൽകി നീ നല്ലവനായി, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാക്കി എടുത്തു. ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് അവസാനം വീണ്ടും എഴുതി 0. ഇങ്ങനെ എഴുതി അവസാനം ടോട്ടൽ എമൗണ്ട് എന്ന് എഴുതിയിട്ട് പറഞ്ഞു, ഒരു 8-10 0 ഇട്ടങ്ങ് വെച്ചു. എന്നിട്ട് അമ്മ അവനോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു ഒറ്റ സംഖ്യ ഈ 0ന്റെ ഇങ്ങേയറ്റം ഇടാമായിരുന്നു, പക്ഷെ ഞാനത് ഇടുന്നില്ല. അവസാനം ഒരു 1 ഇട്ട് കൊടുത്തു. ഇതാണ് അമ്മ. അപ്പന്മാരുടെ കണക്ക് ഞാൻ ആ ദിവസം പറയാം. അപ്പൊ ഓരോ അമ്മയും, നിങ്ങൾക്ക് സന്തോഷം തോന്നും, ഞങ്ങളെക്കുറിച്ച് ഇത്ര അഭിമാനമായിട്ട് ഇത് പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടെ ഓർക്കണം. നിങ്ങളുണ്ടായത് മുട്ടയെന്നല്ലല്ലോ, ഒരമ്മ പ്രസവിച്ചതാണ് നിങ്ങളെയും ഞങ്ങളെയൊക്കെ. എങ്ങനെയാ പ്രസവിച്ചത്? ഈ അമ്മ ഓരോ ദിവസവും കഴിയും തോറും ഈ ഭാരം കൂടുമായിരുന്നു. പ്രഗ്നൻസിയിൽ ഇല്ല, പ്രഗ്നൻസി എന്ന് കേട്ടിട്ട് പോലും ഇല്ല. പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞു, ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉദരത്തിന്റെ ഭാരം കൂടിയായിരുന്നു? ഇല്ല. എവിടെയും കാണിക്കണം, കൊണ്ടുപോയി. ഉണ്ട്, കൂടും. താത്തു വെക്കാൻ പറ്റുമോ? ഭർത്താവിനോട് പറയാൻ പറ്റുമോ, അച്ഛാ ഇതൊന്ന് പിടിക്കുക? പറ്റുമോ? മനുഷ്യ ഇതൊന്ന് പിടിക്കുക? ഇതൊന്നും പറയാൻ പറ്റിയില്ല. ഇത് കൊണ്ടു നടന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു വേദന എടുത്ത് ഒരു മാതൃത്വം ഒരു കുഞ്ഞിന് പിറവി കൊടുക്കുകയാണ്. പക്ഷെ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇത് ഓർക്കും. അപ്പൊ നമുക്ക് അവരോട് ദേഷ്യം തോന്നിയാലും, മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യക്കാരൻ ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, കുഞ്ഞ് കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരേ ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏതാ? കുഞ്ഞ് കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരേ ഒരു ദിവസം. അതും അറിയത്തില്ല. നിങ്ങളെ കൊണ്ട് കാണിക്കത്തില്ല ഈ കുഞ്ഞിനെ. അപ്പൊ നിങ്ങൾ കരഞ്ഞോ? ചിരിക്കും. കാരണം 9 മാസത്തെ ഒരു ഉദരഫലം കണ്ടതിന്റെ സംതൃപ്തിയിൽ നിങ്ങൾ ചിരിക്കും. അപ്പൊ നമ്മൾ ഈ മാതൃദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന പവിത്രമായ ഒരു മഹനീയമായ കർമ്മമാണ്. റഷ്യയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, സോവിയറ്റ് യൂണിയൻ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് യുദ്ധം നടക്കാൻ പോകുന്നു. ന്യൂക്ലിയർ വാർ പൊട്ടിപ്പുറപ്പെടാൻ നേരം അമേരിക്കൻ അംബാസിഡർ അവിടെ നിന്ന ഒരു കേണലിനോട് ചോദിച്ചു, ഈ ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായാൽ നീ എന്ത് ചെയ്യും?
അപ്പൊ അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഐ വിൽ റിസൈറ്റ് ലോർഡ്സ് പ്രേയർ. അവർ രണ്ടും കൂടെ ചേർന്ന് ഈ ലോർഡ്സ് പ്രേയർ ചൊല്ലി. ഈ അംബാസഡർ അവനോട് ചോദിച്ചു, നീ എവിടുന്ന ഇത് പഠിച്ചേ? അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാ. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളവരെ നല്ല അമ്മമാരെന്ന ലോകം എന്നും വിധി എഴുതും. ഞാനിപ്പോൾ ഗോഡലൂപ്പെ പോയിട്ട് തിരികെ വരുമ്പോൾ എൻ്റെ കൂടെയുള്ള 48 പേരെയും ആരും ചോദ്യം ചെയ്തില്ല. എന്നെ തുടർന്ന് ചോദ്യം ചെയ്തു. എൻ്റെ വേഷം കണ്ടിട്ടാണോ, ലഗേജ് എല്ലാം പരിശോധിച്ചു. ഇവിടെ വന്നിറങ്ങിയപ്പോഴും ആ കൗണ്ടറിൽ ഇരിക്കുന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, മെക്സിക്കോ. എത്ര ദിവസം? അതും പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എം എ പാസ്റ്റർ, ഐ എം എ ക്ലർജി, ഐ എം എ ക്രിസ്ത്യൻ സ്പിരിച്വൽ ലീഡർ എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. അവരുടെ സംഭാഷണം നല്ലതായെന്ന് തോന്നിയപ്പോഴാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഞാൻ പേടിച്ചുപോയി. അതോടുകൂടി എന്നെ നാട്ടി പറഞ്ഞുകൂടുമെന്ന് പേടിച്ച് വിറച്ചു. എൻ്റെ കൂടെ ആരുമില്ല, എല്ലാവരും പോയി. അവരെല്ലാം അങ്ങ് അപ്പുറത്ത് ചെന്ന് ലഗേജിന്റെ മുമ്പിൽ നിൽക്കുന്നു. ചോദിച്ചതുമാണ്, വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ബൈബിൾ വേഴ്സ് ഇൻ ദ ബൈബിൾ? പെട്ടെന്ന് ഞാൻ ആരെ ഓർത്തെന്നറിയോ? വേഴ്സ് അല്ല ഓർത്തത്, അമ്മയെ ഓർത്തത്. ഇത് അമ്മ എന്നെ ആദ്യം പഠിപ്പിച്ചത്. ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു. ഇങ്ങനെ അമ്മയെ ഓർക്കാനുള്ള ചില ഇമോഷണൽ സ്പിരിച്വൽ കണ്ടന്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ആ കണ്ടന്റ് ആണ് ആ അമ്മയുടെ അനുഗ്രഹം. അവർ ഈ ലോകത്തുനിന്ന് വിട്ടുപോയാലും ജീവിച്ചിരുന്നാലും നമ്മെ എപ്പോഴും ക്രമപ്പെടുത്തുന്നത്. അപ്രകാരം നല്ല അമ്മമാർ നമുക്കുണ്ടായിരുന്നു. നിങ്ങളും നല്ല അമ്മമാരായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ മാതൃദിനം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റോസ് ഫ്ലവറിനേക്കാൾ വലുതാണ് ഒരു നല്ല അമ്മയാകാനുള്ള ഒരു പരിശ്രമം. അവസാനമായ ഒരു വാക്കൂടെ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരോടും ഞാനൊരു റിക്വസ്റ്റ് തരികയാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ സ്ത്രീകളും നല്ല അമ്മമാരാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അനങ്ങുന്ന പോലുമില്ല. അടുത്ത 2 ആഴ്ച, 1 മാസം കഴിയുമ്പം ഇവർക്കൊരു പ്രാർത്ഥന ഞാൻ കൊടുക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഇത് ചെയ്യുവോ? നല്ല അമ്മമാരാകാൻ നമ്മുടെ ഇടവകയിലെ എല്ലാ അമ്മമാരും നല്ല അമ്മമാരാകണം. ദൈവമാതാവിനെ പോലെ, എലിസബത്തിനെ പോലെ, ഹന്നയെ പോലെ, സാറയെ പോലെയുള്ള നല്ല അമ്മമാരായി തീരുവാൻ വലിയവനാ ദൈവം നിങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.